ഹലോ മൈ ഡിയർ വണ്ടർഫുൾ ലേഡീസ്, എല്ലാവർക്കും ടീച്ചേഴ്സ് വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ സംസാരിക്കുന്നത് ഫെർട്ടിലിറ്റി ഡയറ്റിനെ പറ്റിയിട്ടാണ്. ഫെർട്ടിലിറ്റി ഡയറ്റ് എന്ന് പറയുന്നത് ഒരുപാട് പേര് നമ്മുടെ കമൻസിൽ ചോദിക്കാറുണ്ട്. ചേച്ചി, ഞാൻ പ്രഗ്നൻ്റ് ആകാനായിട്ട് ആഗ്രഹിക്കുന്നു, ഞാൻ എന്തെല്ലാം ഭക്ഷണങ്ങൾ കഴിക്കണം, എന്തെല്ലാം ഭക്ഷണങ്ങൾ ഞാൻ അവോയ്ഡ് ചെയ്യണം എന്നതിനെ പറ്റിയിട്ട് പലരും ചോദിക്കാറുണ്ട്. അപ്പോൾ അവർക്കൊക്കെ വേണ്ടിയിട്ടുള്ളൊരു വീഡിയോ ആണ് ഇന്നത്തെ എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. ഏറ്റവും കൂടുതൽ എല്ലാവരോടും പറയുന്നൊരു കാര്യമാണ്, പ്രഗ്നൻസി ട്രൈ ചെയ്യുന്ന സമയത്ത് കുഞ്ഞിന് ഗ്രോത്ത് ഉണ്ടാകുന്നതിൽ ഉപരിയായിട്ട് നമ്മൾ ഫസ്റ്റത്തെ ആ ഒരു സ്റ്റേജ് മുതൽ നമ്മൾ തുടങ്ങുകയാണെങ്കിൽ നമ്മുടെ ഓവുലേഷൻ നടക്കാൻ പോകുന്നു. നമ്മൾ ജനിക്കുന്ന സമയത്ത്, ഒരു പെൺകുട്ടി ജനിക്കുന്ന സമയത്ത് തന്നെ അവളുടെ ആ ഒരു ഓവറീസിൽ അണ്ടങ്ങൾ ഉണ്ടാകും. പക്ഷെ ആ അണ്ടങ്ങൾ വളരാനും മൂപ്പെത്താനും ഒക്കെ തുടങ്ങുന്നത് അതിനനുസരിച്ചിട്ടുള്ള പീരിയഡ് സൈക്കിൾ വരുമ്പോഴായിരിക്കും. ഒരു കൂട്ടം ഫോളിക്കിൾസ് തയ്യാറാകുന്നത് നമ്മുടെ പീരിയഡ്സിൻ്റെ സെക്കൻഡ് ഡേ മുതലാണ്. ഈ പീരിയഡ്സിൻ്റെ സെക്കൻഡ് ഡേ മുതൽ തുടങ്ങുന്ന ആ ഒരു ഫോളിക്കിൾസും അതിന് മുൻപ് തന്നെ ആ പ്രവർത്തനത്തിന് വേണ്ടി തയ്യാറായിക്കൊണ്ടിരിക്കും. ഏകദേശം ഒരു 16 ഡേയ്സൊക്കെ മുമ്പ് തന്നെ ഇത് തയ്യാറായിക്കൊണ്ടിരിക്കും. ആ ഒരു സമയത്ത് നമ്മുടെ ഫോളിക്കിൾസ് കൃത്യമായിട്ട് വളരണമെങ്കിൽ ആ ഫോളിക്കിൾസിന് വേണ്ട വളങ്ങൾ അവിടെ കിട്ടണം. ഈ ഫോളിക്കിൾസിന് വേണ്ടുന്ന വളങ്ങളെല്ലാം കൊടുക്കുന്നത് നമ്മുടെ ശരീരത്തിലുള്ള വിറ്റമിൻസും മിനറൽസും ഓക്സിജനും ഒക്കെയാണ് ഇതിന് വളരാൻ വേണ്ടുന്ന തരത്തിലുള്ളൊരു എൻവയോൺമെൻറ്റ് ഉണ്ടാക്കി കൊടുക്കുന്നത്. അതുണ്ടാക്കി കൊടുക്കണമെങ്കിൽ നമ്മൾ കഴിക്കുന്ന ഓരോ ഭക്ഷണങ്ങളും നമ്മുടെ ശരീരത്തിലെ ഓരോ ഭാഗത്തേക്കും ആഡ് ഓൺ ആയിട്ട് എന്തെങ്കിലും ബെനഫിറ്റുകൾ തരുന്ന ഭക്ഷണങ്ങളായിരിക്കണം. അപ്പോൾ ആ ഭക്ഷണങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് പച്ചക്കറികൾ. ഈ പച്ചക്കറികളിൽ നമ്മൾ പറയുന്നത് പോലെ തന്നെ ഒരുപാട് ഹെൽത്തി കണ്ടൻറ്റുകൾ അടങ്ങിയിട്ടുണ്ട്. അയേൺ ഉണ്ട്, സെങ്ക് ഉണ്ട്, പൊട്ടാസ്യം ഉണ്ട്, ഫോളിക് ആസിഡ് ഉണ്ട്, കാൽസ്യം ഉണ്ട്. ഇതെല്ലാം തന്നെ അതുപോലെ തന്നെ ഞാനിപ്പോൾ പറഞ്ഞതുപോലെ തന്നെ ഒരുപാട് ബെനിഫിറ്റുകൾ ഇതിനകത്തുള്ളത് കൊണ്ട് തന്നെ നമ്മുടെ ആ ഒരു എഗ്ഗ് വളരുന്നതിന് ഇത് സഹായിക്കുന്നു. ഇനി എഗ്ഗ് വളർന്നതിന് ശേഷം അത് മൂപ്പെത്തി പൊട്ടാൻ വേണ്ടിയിട്ട്, പൊട്ടിയതിന് ശേഷം ഫലോപ്പിയൻ ട്യൂബിലൂടെ അത് യാത്ര ചെയ്ത് ഇംപ്ലാന്റേഷൻ നടക്കാൻ വേണ്ടിയിട്ട്. ഇംപ്ലാന്റേഷൻ നടന്നിട്ടും കാര്യമില്ല, കുഞ്ഞിന് ഗ്രോത്ത് ഉണ്ടാവണം, കുഞ്ഞിന് ഹാർട്ട് ബീറ്റ് ഉണ്ടാകണം, എല്ലാം വിസിബിൾ ആവണം. ഇതെല്ലാം ആകണമെങ്കിലും ആ കുഞ്ഞിനെ നറീഷ് ചെയ്യാൻ പാകത്തിനുള്ള എല്ലാം നമ്മുടെ രക്തത്തിൽ നിന്ന് കുഞ്ഞിന് കിട്ടണം. അത് കിട്ടണമെങ്കിൽ നമ്മുടെ രക്തത്തിൽ അതെല്ലാം ഉണ്ടാവണം. അത് കൊടുക്കാനായിട്ട് സഹായിക്കുന്നതാണ് ഈ പച്ചക്കറികളെന്ന് പറയുന്നത്. എല്ലാ പച്ചക്കറികളും, എസ്പെഷ്യലി പച്ച നിറത്തിലുള്ള ഗ്രീൻ ലീഫി വെജിറ്റബിൾസ് നിങ്ങൾ കൂടുതലായിട്ട് കഴിക്കുക. ഫോർ എക്സാമ്പിൾ, ചീര കഴിക്കുക, മുരിങ്ങയില കഴിക്കുക, ബ്രക്കോളി കഴിക്കുക, ക്യാരറ്റ് കഴിക്കുക, ബീട്രൂട്ട് കഴിക്കുക, ബീൻസ്, പയറുവർഗ്ഗങ്ങളൊക്കെ കഴിക്കുക കേട്ടോ. ഇതെല്ലാം ഒരുപാട് ബെനിഫിറ്റുകൾ നമുക്ക് തരും. അതുപോലെ തന്നെ ഇപ്പോൾ പയറുവർഗ്ഗങ്ങൾ കഴിക്കുന്നത് നല്ലതാണ്. ഈ പയറുവർഗ്ഗങ്ങൾ നിങ്ങൾക്ക് കഴിയുന്നുണ്ടെങ്കിൽ മുളപ്പിച്ച് കഴിക്കുന്ന പയറുവർഗ്ഗങ്ങൾക്ക് ഒരുപാട് ബെനിഫിറ്റുകൾ സാധാരണ നോർമലി നമ്മൾ കഴിക്കുന്നതിനേക്കാളും കൂടുതൽ കിട്ടും. ചെറുപയറൊക്കെ നമ്മൾ വീട്ടിൽ തന്നെ മുളപ്പിക്കാനായിട്ട് പറ്റുമല്ലോ. അങ്ങനെ നിങ്ങൾ മുളപ്പിച്ച് കഴിക്കുക. നമ്മൾ പാക്കറ്റ് സൂപ്പർ മാർക്കറ്റുകളിൽ നിന്ന് വാങ്ങിച്ചിട്ട് കഴിക്കുന്നതിനേക്കാളും നല്ലത് നമ്മൾ വീട്ടിൽ തന്നെ മുളപ്പിച്ചിട്ട് ഒരുപാട് വൈകാതെ അതങ്ങോട്ട് കഴിക്കുന്നതായിരിക്കും നല്ലത്. അങ്ങനെ കഴിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ നിങ്ങൾ അങ്ങനെ കഴിക്കുക കേട്ടോ. രണ്ടാമതായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ഡയറി പ്രൊഡക്ട്സ് കഴിക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഡയറി പ്രൊഡക്ട്സ് എന്ന് പറയുമ്പോൾ കേർഡ് കഴിക്കുന്നത് നല്ലതാണ്, മിൽക്ക് കഴിക്കുന്നത് നല്ലതാണ്. ഇതെല്ലാം നിങ്ങളുടെ ഇംപ്ലാന്റേഷൻ സപ്പോർട്ട് ചെയ്യാനായിട്ട് ഒരുപാട് സഹായിക്കും. പിന്നെ മൂന്നാമതായിട്ട് വരുന്നതാണ് എഗ്ഗ്. മുട്ട കഴിക്കുമ്പോൾ പലർക്കും ഉള്ളൊരു സംശയമാണ് മുട്ടയുടെ മഞ്ഞ കഴിക്കാമോ എന്നുള്ളത്. മുട്ടയുടെ മഞ്ഞയിൽ ഒരുപാട് ബെനിഫിറ്റുകളുണ്ട്. നമ്മൾ മുട്ടയുടെ ആ വെള്ളയിലുള്ളതിനേക്കാളും അപേക്ഷിച്ചിട്ട് ഒരുപാട് നല്ല വിറ്റമിൻസ് മുട്ടയുടെ മഞ്ഞയിലുണ്ട്. ഇപ്പോൾ നിങ്ങൾക്ക് കഴിയുന്നുണ്ടെങ്കിൽ ഒരു ദിവസം 2 മുട്ട വീതം നിങ്ങൾ കഴിക്കാം. രാവിലെയും വൈകുന്നേരവും നിങ്ങൾ കഴിക്കുക. അപ്പോൾ രാവിലെ കഴിക്കുന്ന സമയത്ത് നിങ്ങൾ ആ ഒരു മഞ്ഞ എടുത്തിട്ട് കഴിക്കുക. വൈകുന്നേരം എടുക്കുമ്പോഴേക്കും നിങ്ങൾക്ക് മഞ്ഞ കഴിക്കാൻ താല്പര്യം ഇല്ലെങ്കിൽ ആ മഞ്ഞ മാറ്റിയിട്ട് നിങ്ങൾ വെള്ള കഴിക്കുക. അതല്ല നിങ്ങൾക്ക് കഴിക്കുന്നതിന് ഇഷ്ടക്കുറവൊന്നുമില്ല, ഇഷ്ടമാണെങ്കിൽ നിങ്ങൾ 2 നേരം വെച്ചെടുക്കുക. അല്ലെങ്കിൽ ഒരു ദിവസം ഒരെണ്ണം വീതമെങ്കിലും നിങ്ങൾ കഴിക്കാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. അടുത്തതായിട്ട് ശ്രദ്ധിക്കേണ്ടതാണ് omega-3 ഫാറ്റി ആസിഡ് അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങൾ കഴിക്കുക. omega-3 ഫാറ്റി ആസിഡ് ഒരുപാട് ബെനിഫിറ്റുകൾ നമുക്ക് തരുന്നുണ്ട്. ഇപ്പോൾ മീൻ കഴിക്കുന്നവരൊക്കെ നമ്മൾ ചെറിയ മീനുകൾ, ഇപ്പോൾ സാൽമൺ കുറച്ച് റേറ്റ് കൂടിയ മീനാണ്, എന്നിരുന്നാൽ കൂടിയും സാൽമൺ കഴിക്കുന്നത് നല്ലതാണ്. പിന്നെ നമ്മുടെ ചാള കഴിക്കുന്നത് നല്ലതാണ്, അയല കഴിക്കുന്നത് നല്ലതാണ്. കൂടുതലും ചെറു മത്സ്യങ്ങൾ കഴിക്കാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. കൂടുതൽ മെർക്കുറി കണ്ടന്റ് അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങൾ കഴിക്കാതിരിക്കാനായിട്ട് ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ omega-3 ഫാറ്റി ആസിഡ് അടങ്ങിയിട്ടുള്ളതാണ് വാൾനട്ടിൽ, ചിയ സീഡ്സിൽ, ആൽമണ്ട് എന്ന് പറയുമ്പോൾ നമ്മുടെ ബദാം, ഇതൊക്കെ കഴിക്കുന്നത് നല്ലതാണ്. ബദാമൊക്കെ ഒന്ന് വെള്ളത്തിലിട്ട് കുതിർത്തിയിട്ടിട്ട് അതിൻ്റെ തൊലിയൊക്കെ ഒന്ന് കളഞ്ഞിട്ട് കഴിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരുപാട് ബെനിഫിറ്റുകളൊക്കെ കിട്ടും കേട്ടോ. അതുപോലെ തന്നെ നമ്മൾ കുക്ക് ചെയ്യുന്ന സമയത്ത്
കുക്കിംഗ് ഓയിൽ നമ്മൾ സെലക്ട് ചെയ്യുന്നതും ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒന്നാണ് കേട്ടോ. നമ്മൾ കൂടുതൽ റിഫൈൻഡ് ഓയിൽ സെലക്ട് ചെയ്യുന്നതിനേക്കാളും നല്ലത് ഒലീവ് ഓയിലിൽ കുക്ക് ചെയ്യുന്നതോ അല്ലെങ്കിൽ കോക്കനട്ട് ഓയിലിൽ കുക്ക് ചെയ്യുന്നതൊക്കെ ആയിരിക്കും കേട്ടോ. അടുത്തതായിട്ട് ശ്രദ്ധിക്കേണ്ടത് ഫ്രൂട്ട്സ് കഴിക്കാനാണ്. ഫ്രൂട്ട്സ് കഴിക്കാനെന്ന് പറയുമ്പോഴേക്കും നമ്മൾ ഒരു എന്താ പറയുക, പേരയ്ക്ക കഴിക്കുന്നത് നല്ലതാണ്, ആപ്പിൾ കഴിക്കുന്നത് നല്ലതാണ്, അവോക്കാഡോ കഴിക്കുന്നത് നല്ലതാണ്. ഇതിലെല്ലാത്തിലും ഒരുപാട് ബെനിഫിറ്റുകളുണ്ട്. ഓറഞ്ച് കഴിക്കുന്നത് നല്ലതാണ്. ഓറഞ്ചിലൊക്കെ വിറ്റമിൻ സിയുടെ കണ്ടൻറ്റ് ഒരുപാട് അടങ്ങിയിട്ടുണ്ട്. ഇതെല്ലാം ഒരു ദിവസം 1 എന്നുള്ള കണക്കിന് നിങ്ങൾ കഴിക്കുക കേട്ടോ. നിങ്ങൾ കുറച്ച് ദിവസം ഒരു 10 ദിവസം അടുപ്പിച്ച് കഴിക്കുമ്പോഴേക്കും നിങ്ങളുടെ ശരീരത്തിൽ അതിൻ്റെ ഗുണങ്ങളൊക്കെ കണ്ടു തുടങ്ങും. ഒരു ദിവസം 1 എന്നുള്ള കണക്കിൽ നിങ്ങൾ കഴിച്ചാൽ മതി. ഇപ്പോൾ ഓറഞ്ചെല്ലാം നമുക്ക് ഒരുപാട് റേറ്റ് കുറച്ചിട്ട് ഇപ്പോൾ കിട്ടും. നമ്മളിപ്പോൾ റോട്ടിൽ കൂടി പോകുമ്പോഴേക്കും ഒരുപാട് പെട്ടിയോട്ട കടകളിലൊക്കെ ഇതുണ്ടാകും. 1 കിലോ, 1.5 കിലോ, 2 കിലോ ഒക്കെ 100 രൂപ എന്ന് പറഞ്ഞ് വിറ്റിട്ട് നമ്മളത് നല്ലതാണല്ലോ എന്ന് വിചാരിച്ചിട്ട് ഒറ്റ അടുപ്പിലൊരു 4-5 ഒന്നും കഴിക്കണ്ട. ഒരു ദിവസം 1 അല്ലെങ്കിൽ മാക്സിമം 2 അത്രയും കഴിച്ചാൽ മതി. ഒരു ദിവസം നിങ്ങൾ ഒരു ഫ്രൂട്ട് അല്ലെങ്കിൽ ഒരു വെജിറ്റബിൾ കഴിക്കുന്നുണ്ട് എന്ന് ഉറപ്പ് വരുത്തുക കേട്ടോ. പിന്നെ സീ ഫുഡ്സ് കഴിക്കുന്നത് നല്ലതാണ്. സീ ഫുഡ്സ് കഴിക്കുമ്പോഴേക്കും നമ്മളിപ്പോൾ ചെമ്മീനാണെങ്കിലും കക്കറച്ചി ആണെങ്കിലും ഒക്കെ വേവിച്ചിട്ട് നല്ലപോലെ വേവിച്ചിട്ട് കഴിക്കാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. പിന്നെ ഏറ്റവും കൂടുതൽ അവോയ്ഡ് ചെയ്യേണ്ട ഒന്നാണ് നമ്മൾ കോഫി കണ്ടൻറ്റ് അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങൾ കഴിക്കുന്നത്. കോഫി കണ്ടൻറ്റ് അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങൾ നമ്മൾ കൂടുതലായിട്ട് കഴിക്കുമ്പോൾ നമ്മുടെ ശരീരത്തിൽ കഫെയിൻ എത്തും. ഈ കഫെയിൻ നമ്മുടെ ഇംപ്ലാന്റേഷൻ ഫെയിലാക്കുന്നതിനൊക്കെ ഒരുപാട് എന്താ പറയുക, ഒരുപാട് പ്രവർത്തിക്കുന്നുണ്ട്. ഇംപ്ലാന്റേഷൻ ഫെയിലാക്കാനായിട്ടൊക്കെ അത് കാരണമാകുന്നു. നമ്മളിപ്പോൾ ഒരു ദിവസം ഒരു 250 mg ഒക്കെ കുടിച്ചു കഴിഞ്ഞാൽ കുഴപ്പമില്ല എന്ന് എല്ലാവരോടും പറയാറുണ്ട്. പക്ഷേ നമ്മൾ ഓരോരുത്തരും ഇടുന്ന കടുപ്പം വ്യത്യസ്തമായിരിക്കും. അപ്പോൾ കൂടുതലായിട്ട് കടുപ്പത്തിൽ നിങ്ങൾ കോഫി കുടിക്കുമ്പോഴേക്കും അത് നിങ്ങളുടെ ശരീരത്തിൽ നല്ലതല്ല. അതുപോലെ ഇപ്പോൾ കൂൾ ഡ്രിങ്ക്സിലെല്ലാത്തിലും ആ ഒരു കഫെയിൻ കണ്ടൻറ്റ് അടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ഭക്ഷണ പദാർത്ഥങ്ങളൊക്കെ നിങ്ങൾ കഴിവതും അവോയ്ഡ് ചെയ്യുക. അതുപോലെ തന്നെ ഒരുപാട് നമ്മൾ സ്വീറ്റുള്ള ഭക്ഷണങ്ങളും അവോയ്ഡ് ചെയ്യുക. ഇപ്പോൾ കേക്ക് കഴിക്കുന്നത്, പേസ്ട്രീസ് കഴിക്കുന്നത് അല്ലെങ്കിൽ ചോക്ലേറ്റ്സ് ഒക്കെ കൂടുതലായിട്ട് കഴിക്കുന്നതൊക്കെ ഉണ്ടെങ്കിൽ, അങ്ങനെയുള്ള സ്വഭാവമൊക്കെ നിങ്ങൾക്കുണ്ടെങ്കിൽ അതെല്ലാം നിങ്ങൾ അവോയ്ഡ് ചെയ്യുക കേട്ടോ. ഇത്തരം കാര്യങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഫെർട്ടിലിറ്റി ഇൻക്രീസ് ചെയ്യുന്നതിനും എളുപ്പത്തിൽ അമ്മയാകുന്നതിനും അത് നിങ്ങളെ സഹായിക്കുന്നു. നിങ്ങൾക്ക് മാത്രമല്ല, പുരുഷന്മാരിലും ഫെർട്ടിലിറ്റി ഇൻക്രീസ് ചെയ്യുന്നതിനും അത് സഹായിക്കും കേട്ടോ. പിന്നെ ഇതൊക്കെ ഇത്രയും ടോപ്പിക്കൊക്കെ കേട്ട് കഴിയുമ്പോഴേക്കും പലരും ചിന്തിക്കും ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യണോ വേണ്ടയോ എന്നുള്ളത്. നമ്മൾ ജസ്റ്റ് ഒരു കാര്യം ചിന്തിച്ചാൽ മതി. നമ്മൾ ഇപ്പോൾ ഒരു വിത്ത് നമ്മൾ നടാൻ കൊണ്ടുപോയി ഇടുമ്പോഴേക്കും ആ ഒരു വിത്ത് വളർന്ന് വരണമെങ്കിൽ ആ വിത്തിന് വളരാൻ വേണ്ടിയിട്ടുള്ള ഒരു എൻവയോൺമെൻറ്റ് അവിടെ ഉണ്ടാവണം. ആ കാര്യം തന്നെയാണ് നമ്മുടെ വയറ്റിൽ വളരുന്ന ഭ്രൂണത്തിനും. അത് വളരാൻ വേണ്ടിയിട്ടുള്ള ഒരു എൻവയോൺമെൻറ്റ് അവിടെ ഇല്ല എങ്കിൽ, അതിന് കിട്ടേണ്ട, അതിനെ നറിഷ് ചെയ്യേണ്ട തരത്തിലുള്ള ഒന്നും അവിടെ ഇല്ല എങ്കിൽ പിന്നെ അതെങ്ങനെ വളരും? ആ ഒരു കാര്യം നിങ്ങൾ ചിന്തിച്ചാൽ മതി. ഞാൻ അമ്മയാകുന്നില്ല എന്ന് ആലോചിച്ചിട്ട് വിഷമിക്കുന്ന സമയത്ത് നിങ്ങൾ ഈ കാര്യം കൂടി ചിന്തിക്കുക, നിങ്ങൾ ഈ കാര്യങ്ങളെല്ലാം ചെയ്യുന്നുണ്ടോ എന്നുള്ളത്. അപ്പോൾ പലരും ചോദിക്കുന്ന ഒരു സംശയമായിരിക്കും, ഇപ്പോൾ വീഡിയോ കാണുന്നവർ ഇതൊന്നും ചെയ്യാതെ പ്രഗ്നൻ്റ് ആയിട്ടുള്ളവരുണ്ടാകും. ജസ്റ്റ് കാഷ്വലായിട്ട് പുറത്തുനിന്ന് ഭക്ഷണം കഴിക്കുക, എക്സസൈസ് ചെയ്യുന്നില്ല, വർക്കൗട്ട് ചെയ്യുന്നില്ല, വെള്ളം കുടിക്കുന്നില്ല, ഇങ്ങനെയൊക്കെ നമ്മൾ കഴിച്ചിട്ടും പ്രഗ്നൻ്റ് ആകുന്നവരുണ്ടാകും. ഇപ്പോൾ എന്നെ പോലുള്ള ആളുകളൊക്കെ എന്ന് പറയുമ്പോഴേക്കും ഞാൻ ഒരുപാട് കെയറൊന്നും ഫസ്റ്റ് പ്രഗ്നൻസിയിലൊന്നും കൊടുത്തിട്ടില്ല. പെട്ടെന്ന് കൺസീവ് ആയി, ഓക്കെ, അല്ലാണ്ട് കൺസീവ് ആകണമെന്ന് വിചാരിച്ചിട്ട് നമ്മൾ ട്രൈ ചെയ്തിട്ടില്ല. പക്ഷേ എൻ്റെ ശരീരത്തിൽ ആ ഒരു ഭ്രൂണം വളരുന്നതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളും ഘടകങ്ങളും എൻ്റെ യൂട്രസും ഒക്കെ സപ്പോർട്ട് ചെയ്തതുകൊണ്ടാണ് ഞാൻ പ്രഗ്നൻ്റ് ആയത്. അതുപോലെ തന്നെയാണ് നിങ്ങളുടെയൊക്കെ കാര്യത്തിൽ. നിങ്ങളുടെ യൂട്രസ് നേരത്തെയൊക്കെ സപ്പോർട്ട് ചെയ്യാനായിട്ട് തയ്യാറായിട്ടുണ്ടെങ്കിൽ, നിങ്ങളുടെ ശരീരത്തിൽ ആ വിറ്റമിൻസ് ഒക്കെ ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും ആ ഒരു ഭ്രൂണം വളരും. അതല്ല എങ്കിൽ നമ്മൾ അതിന് വേണ്ടുന്ന നമ്മുടെ കുഞ്ഞ് വളരുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു എൻവയോൺമെൻറ്റ് ഉണ്ടാക്കി കൊടുക്കാനായിട്ടും നിങ്ങൾ ശ്രദ്ധിക്കണം. അപ്പോൾ ഇത്രയേ ഉള്ളൂ വീഡിയോ. യൂസ്ഫുള്ളായി കാണുമെന്ന് വിശ്വസിക്കുന്നു. യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ അടുത്തൊരു യൂസ്ഫുൾ വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ബൈ.